തൃശൂർ പാളപ്പിള്ളിയിൽ കാട്ടാന യാത്രക്കാരെ ഓടിച്ചു. 20-ലേറെ വരുന്ന ആനക്കൂട്ടം ഇന്നലെയാണ് റോഡിലിറങ്ങിയത്. യാത്രക്കാർ ഹോൺ മുഴക്കിയതോടെ ആനകൾ പ്രകോപിതരായി. എന്താ ഓണടിക്കുന്ന പ്രശ്നം? എന്താ ഓണടിക്കുന്ന പ്രശ്നം? ലിഷോയ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ലിഷോയ്. വളരെ ശാന്തരായി കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ 20-അംഗ സംഘം. പക്ഷെ അതിനിടയ്ക്ക് ഹോൺ അടിച്ചപ്പോഴാണ് ഒരാൾക്ക് വളരെ ദേഷ്യം വന്നൊക്കെ തിരിഞ്ഞു നോക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഹോൺ അടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇത് പാലപ്പള്ളിയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഈ എസ്റ്റേറ്റിന് തൊട്ടടുത്ത് തന്നെ വനമേഖലയാണ്. വനമേഖലയിൽ നിന്ന് റബ്ബർ എസ്റ്റേറ്റിലേക്ക് കിടക്കും. അങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് ഈ പിള്ളത്തോട് പാലത്തിന് സമീപമെല്ലാം തന്നെ സ്ഥിരമായി ഈ ആനക്കൂട്ടം സഞ്ചരിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സഞ്ചാരികൾ ഏറെ എത്താറുള്ള ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. അവിടെ ഈ സഞ്ചാരികൾ ഒരുപാട് പേർ പുറത്തു നിന്ന്, പാലപ്പള്ളിക്കാരല്ല, പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ എത്തുമ്പോൾ അവർക്ക് ഈ ആനകളെല്ലാം കാണുമ്പോൾ ഒരു കൗതുകമാണ്. അവരവിടെ നിന്ന് മൊബൈലിൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്താനായി ശ്രമിക്കും. ഇന്നലെയും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഏകദേശം 20-ലധികം വരുന്ന കാട്ടാനകളാണ് അതിലൂടെ കടന്നു പോയത്. ആ കടന്നു പോയപ്പോൾ ഈ റോഡിൽ തന്നെ വാഹനങ്ങളുമായി നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ആ സഞ്ചാരികൾ മൊബൈൽ പകർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ഹോൺ മുഴക്കിയ ആനകൾ അടുത്തേക്ക് വരാതിരിക്കാൻ ഉള്ളൊരു ആയതിൻ്റെ ഭാഗമായാണെന്ന് തോന്നുന്നു. ചിലർ ഹോൺ മുഴക്കി. ഈ ഹോൺ മുഴക്കിയതോടുകൂടി ആനകൾ പ്രകോപിതരായി ഇവർക്ക് നേരെ, ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തു. അങ്ങനെ ആനകൾക്ക് നേരെ പാഞ്ഞെടുത്തതോടുകൂടി അവിടെ വാഹനത്തിൽ കാത്തു നിന്നിരുന്ന അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ വാഹനം അവിടെ തന്നെ ഇട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നൊരു സംഭവം വരെ ഉണ്ടായി. എന്തായാലും ഈ പാലപ്പള്ളി മേഖലയിൽ കാട്ടാനകളുടെ ഒരു വിഹാര കേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റബ്ബർ എസ്റ്റേറ്റിലെല്ലാം തന്നെ പുലർച്ചെ മുതൽ തന്നെ ആനകൾ കൂട്ടമായി തന്നെ എത്തുന്നു. അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ആനകളെ പ്രകോപിപ്പിക്കാതെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നോക്കിക്കൊണ്ട് തങ്ങൾക്ക് അത് പ്രശ്നമാകുമെന്ന് അറിയാവുന്നവർ തന്നെ അങ്ങനെയെല്ലാം പെരുമാറും. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് നിലവിൽ അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും വനപാലകർ ഹോണൊന്നും മുഴക്കരുത്, ആനകളെ പ്രകോപിപ്പിക്കരുത് എന്നെല്ലാം പറയുന്നു എങ്കിൽ പോലും പക്ഷേ പലപ്പോഴും ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ശരി ലിഷോയ്.